അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിധി വേണോ? ഹാസിം എന്ന് പറയുന്ന മഹാനോട് നിർദ്ദേശിച്ച ഒരു ദിക്റുണ്ട്. ആ ദിക്റ് ചൊല്ലിയാൽ ഇൻഷാ അല്ലാ നമുക്ക് നിധി ലഭിക്കുക തന്നെ ചെയ്യും. ആ വിഷയമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് നിധിൻ്റെ പിന്നിൽ ഓടി നടക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അത്തരക്കാരോട് പറയാനുള്ളത്, നിനക്ക് അള്ളാഹു കണക്കാക്കിയതാണെങ്കിൽ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെടും, നിന്റെ കരങ്ങളിൽ അത് എത്തും. അതല്ലാതെ എവിടെന്നെങ്കിലും ഫോൺ വിളിച്ച് എൻ്റെ വളപ്പിൽ 8-9 കിലോത്തോളം സ്വർണമുണ്ട്, 5-6 ലക്ഷം രൂപ തന്നാൽ മതി, നിങ്ങളെടുത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പല കള്ള ഫോൺ കോളുകളും നിങ്ങളിലേക്ക് വരും. വന്നാൽ ഒരിക്കലും അതിൻ്റെ പിന്നിൽ നിങ്ങൾ പോകാൻ പാടില്ല. കാരണം അതിൻ്റെ പിന്നിൽ അനവധി ചതിക്കുഴികൾ ഉണ്ട്. നിധിൻ്റെ പേരിൽ സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ പോലും കൊന്നുകളഞ്ഞ സംഭവം നടന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ മക്കളെ ബലി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടിയുള്ള അതിമോഹത്താൽ വന്ന പ്രവണതയാണ്. അതുകൊണ്ട് ഒരിക്കലും നിധിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അന്തി ഉറങ്ങാൻ പാടില്ല. നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണക്കാക്കിയത് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ എത്തുക തന്നെ ചെയ്യും എന്ന കരുത്താണ് നമുക്ക് വേണ്ടത്. പാരത്രിക ലോകത്ത് നമുക്ക് നിധി ലഭിക്കുന്നുണ്ട്. ആ നിധി ലഭിക്കാൻ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാസിം എന്ന് പറയുന്ന സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ദിക്റാണ് ഞാൻ പറയുന്നത്. ഈ ദിക്റ് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ദുനിയാവിലും സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും, പാരത്രിക ലോകത്തും സന്തോഷം ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന ദിക്റ് ധാരാളം ചൊല്ലുക, അധികരിച്ച് ചൊല്ലുക. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ നിധിയാണെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം ദിക്റ് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.